പ്രതീക്ഷയുടെ ഈ രാത്രിയിൽ വളരെയേറെ പ്രത്യാശയോടെ ഈ കഴിഞ്ഞ നിമിഷങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുകയായിരുന്നു. കർത്താവിലുള്ള ആശ്രയം പ്രഖ്യാപിച്ചുകൊണ്ട്, കർത്താവിനെ സ്വന്തമായി ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട്, അവനിൽ ആശ്രയം വെച്ചുകൊണ്ട് മനോഹരമായി പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുകയായിരുന്നു. എങ്കിലും ഞാൻ മനസ്സിലാക്കുന്നു, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ഭയാശങ്കകളും ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകളും നിറഞ്ഞു നിൽക്കുന്ന ഒരു മനസ്സ് ഞാൻ കാണുകയാണ്. പ്രത്യേകിച്ച് ലോകം വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ, ഞാനും നിങ്ങളും അതിൻ്റെ ഭാഗമായി കടന്നു പോകുമ്പോൾ, നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഭാവിയെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, സാമ്പത്തിക മേഖലകളെക്കുറിച്ചെല്ലാം ഒരുപാട് ഉത്കണ്ഠകളും ആകുലതകളും നമ്മുടെ മനസ്സിനെ കീഴടക്കുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവരെക്കുറിച്ച് ഇന്നും മനസ്സിൽ വിഷമത്തോടെ ചിന്തിക്കുന്നവരും വിഷമത്തോടെ ഓർക്കുന്നവരുമുണ്ട്. അവരുടെ പ്രതിസന്ധികളെ ഓർത്ത് സങ്കടപ്പെടുന്നവരുണ്ട്. തങ്ങളുടെ മക്കളുടെ പഠനം ഇക്കൊല്ലം എങ്ങനെയാകുമെന്നോർത്ത് ആകുലപ്പെടുന്നവരുണ്ട്. സാമ്പത്തികമായി തകർച്ചയിലൂടെ കടന്നു പോകുമ്പോൾ ജോലി നഷ്ടപ്പെട്ട ഭാരവുമായി കടന്നു പോകുന്നവരുണ്ട്. ഗൾഫ് നാടുകളിൽ നിന്നും ഇവിടെ എത്തി ഇനി എന്ന് തിരിച്ചു പോകുമെന്ന് ഓർത്ത് വേവലാതിപ്പെടുന്നവരുണ്ട്. അങ്ങനെ ഓരോ തരത്തിലും വിഷമങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളുടെ മനസ്സിനെ ഞാൻ കാണുകയാണ്. ഒരുപക്ഷെ നമ്മുടെ തന്നെ തെറ്റുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കുറവുകൾ കൊണ്ടോ സംഭവിക്കുന്നതായിരിക്കുകയില്ല നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രതിസന്ധികൾ. ചിലപ്പോൾ നമ്മുടെ തന്നെ കാരണങ്ങൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട് ഒരുപക്ഷെ ജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകുന്നുമുണ്ടാകാം. എന്നാൽ ഈ പ്രതിസന്ധികളെല്ലാം ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എപ്രകാരമാണ് അതിനെ അതിജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുക, എപ്രകാരമാണ് അതിനെ നേരിടുവാനായിട്ട് നമുക്ക് സാധിക്കുക എന്ന് ചിന്തിക്കുമ്പോൾ ബൈബിളിൽ 1-2 വ്യക്തികളെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജീവിതത്തിലെ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ചില വ്യക്തികൾ എപ്രകാരമാണ് ആ പ്രതിസന്ധികളെ അതിജീവിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിലും അപ്രകാരം നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനമനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മൾക്കും ആ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ സാധിക്കുമെന്നുള്ളത് വലിയ ഉറപ്പാണ്. കാരണം ഈശോ പറഞ്ഞു, എന്നിലും വിശ്വസിക്കുവിൻ, എൻ്റെ പിതാവിലും വിശ്വസിക്കുവിൻ. കാരണം അത്ര ഉറപ്പോടുകൂടി ഈശോ നമ്മോട് പറയുകയാണ്, അവിടുത്തെ അവിടുന്ന് വിശ്വസിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകുകയില്ല. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. അസ്വസ്ഥത മാറ്റുവാനായിട്ട്, അസ്വസ്ഥതകളെ നീക്കുവാനായിട്ട് ഈശോ പറയുന്ന വാക്യം ഇതാണ്: ഈശോയിൽ വിശ്വസിക്കുക, പിതാവിൽ വിശ്വസിക്കുക. അങ്ങനെ പിതാവായ ദൈവത്തിൽ വിശ്വസിച്ച് മുന്നേറിയ ജീവിതങ്ങളെ ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. തോബിത്തിൻ്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ തോബിത്തിൻ്റെ മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട്. തോബിത്തിനെ നമുക്കറിയാം, ഒരു വലിയ ജീവകാരുണ്യ പ്രവർത്തകനായിരുന്നു അദ്ദേഹം. യഹൂദന്മാരായിട്ടുള്ള വ്യക്തികളെ സെന്നാകെരീബ് രാജാവ് വധിച്ച് തെരുവിലേക്ക് വലിച്ചെറിയുമ്പോൾ ആരും അറിയാതെ അവരെ ആ ശവശരീരം എടുത്ത് സംസ്കരിക്കുന്ന ഒരു ജോലി ചെയ്യുന്ന വ്യക്തിയായിരുന്നു തോബിത്ത്. ഒരു പ്രതിഫലവും ആഗ്രഹിച്ചുകൊണ്ടല്ല, ഒരു മറ്റുള്ളവരുടെ ഒരു പ്രശംസയും ആഗ്രഹിച്ചുകൊണ്ടല്ല, അദ്ദേഹം വളരെ രഹസ്യമായി ചെയ്യുകയാണ്. അതിന് കാരണമുണ്ട്. ഇത് ചെയ്യുന്നത് ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവനെ വധിക്കുവാനായിട്ട് രാജാവിൻ്റെ കൽപ്പനയുണ്ട്. അങ്ങനെ ഈ ശവശരീരം കാണാതായപ്പോൾ, സംസ്കരിക്കുന്നുവെന്ന് രാജാവ് അറിഞ്ഞപ്പോൾ തോബിത്ത് അവിടെ നിന്ന് നാട് വിട്ട് ഓടുകയാണ്. നാട് വിട്ട് ഒളിവിൽ താമസിക്കുകയാണ്. ഈ ഒളിവിൽ താമസിക്കുമ്പോൾ 50 ദിവസത്തിന് ശേഷം സെന്നകെരീബ് രാജാവ് കൊല്ലപ്പെടുകയാണ്, മക്കളാൽ കൊല്ലപ്പെടുകയാണ്. അതിനുശേഷമാണ് അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു വരിക. അദ്ദേഹം തിരിച്ചു വരുന്നപ്പോൾ ഭാര്യയും മക്കളും വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കി കാത്തിരിക്കുകയാണ്. അങ്ങനെ വിഭവസമൃദ്ധമായ സദ്യ കഴിക്കാൻ മുമ്പിലിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നല്ല മനസ്സവിടെ സൂചിപ്പിക്കുകയാണ്. അദ്ദേഹം മകനോട് പറഞ്ഞു, ഈ നാട്ടിലുള്ള ഏറ്റവും വലിയൊരു ദരിദ്രനെ വിളിച്ചുകൊണ്ട് വരണം, അവനോടുകൂടി വേണം എനിക്ക് ഭക്ഷണം കഴിക്കുവാൻ. അത്രമാത്രം നല്ല മനസ്സുള്ള, അത്രമാത്രം നല്ല മനസാക്ഷിയുള്ള ഒരു മനുഷ്യനായിരുന്നു തോബിത്ത്. അങ്ങനെ ഈ മകൻ ദരിദ്രനെ വിളിക്കുവാനായിട്ട് പുറത്തേക്ക് പോയപ്പോൾ തെരുവിൽ ഒരു യഹൂദൻ മരിച്ചു കിടക്കുന്നു. അവൻ ഓടിക്കതച്ച് വന്ന് അപ്പനോട് പറഞ്ഞു, അപ്പാ, ഒരു തെരുവിലൊരാൾ ഇങ്ങനെ മരിച്ചു കിടക്കുന്നുണ്ട്. മുമ്പിൽ വെച്ചിരുന്ന ഭക്ഷണം കഴിക്കാൻ പോലും കൂട്ടാക്കാതെ
തോബിത്ത് അവിടെ നിന്ന് എഴുന്നേറ്റ് തെരുവിലേക്ക് പോയി അത് മറവ് ചെയ്യുവാനായിട്ടുള്ള സൂക്ഷിച്ച് വെക്കുക. രാത്രിയിൽ മറവ് ചെയ്യണം, പകൽ ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ടത് വളരെ മറച്ച് വെക്കുകയാണ്. അതിനുശേഷം വന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ച് അദ്ദേഹം പോയി രാത്രിയിൽ അദ്ദേഹം ശവമടക്കി തിരിച്ചു വരികയാണ്. യഹൂദന്മാരുടെ ആചാരപ്രകാരം ശബത്തേൽ തൊട്ടതുകൊണ്ട് അശുദ്ധമാകുന്നതുകൊണ്ട് അദ്ദേഹം വീട്ടിൽ പ്രവേശിച്ചില്ല. അങ്ങനെ ഒരു മതിലിനോട് ചേർന്ന് കിടന്നുറങ്ങിയ തോബിത്ത് ആ മതിലിന് മുകളിൽ ഇരിക്കുന്ന കുരുവികളെ കണ്ടില്ല. ആ കുരുവികളുടെ ചുടുകാഷ്ടം വീണ് അദ്ദേഹത്തിൻ്റെ 2 കണ്ണുകളും അന്ധമായിപ്പോയി. 2 കണ്ണുകളും അന്ധമായിപ്പോയി. ഓർക്കണം, ഈ 2 കണ്ണുകളും അന്ധമായി പോയത് അദ്ദേഹം ചെയ്ത ഒരു സൽപ്രവൃത്തിയുടെ ഭാഗമായിട്ടാണ്. ഒരു സൽപ്രവൃത്തി ചെയ്തതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഇത്ര വലിയ ഒരു ദുരന്തം ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഒരു ദുരന്ത മുഖത്തുകൂടി അദ്ദേഹം കടന്നു പോവുകയാണ്. വെളുത്ത പടലങ്ങൾ കണ്ണിലേക്ക് കടന്നു വന്ന് കാഴ്ചയില്ലാത്തവനായി തോബിത്ത് മാറി. ഈ സമയം തോബിത്ത് ഈ ദുരന്തത്തിൽപ്പെട്ടപ്പോൾ തോബിത്ത് ചെയ്ത ഒരു കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. 3-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യം, ഞാൻ ദുഃഖഭാരത്തോടെ കരഞ്ഞു, ഹൃദയവ്യഥയോടെ ഞാൻ പ്രാർത്ഥിച്ചു. കർത്താവേ, അവിടുന്ന് നീതിമാനാണ്, അങ്ങയുടെ പ്രവൃത്തികളും സത്യവും നിറഞ്ഞതാണ്, അങ്ങയുടെ വിധി എന്നും സത്യവും നീതിനിഷ്ഠവുമാണ്. എന്നെ ഓർക്കുകയും കാരുണ്യപൂർവ്വം കടാക്ഷിക്കുകയും ചെയ്യണമേ. ദുഃഖത്തോടെ കരഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ നീതിയെ പ്രകീർത്തിച്ചുകൊണ്ടാണ്, ദൈവത്തിൻ്റെ കാരുണ്യത്തെ ഓർത്തുകൊണ്ടാണ്, ദൈവത്തിൻ്റെ വിശ്വസ്തതയെ പ്രകീർത്തിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. ഈ ദുരന്തമുഖത്ത് നിന്നുകൊണ്ടും ദൈവത്തെങ്കിലേക്ക് മുഖമുയർത്തി ദൈവത്തെങ്കിലേക്ക് കടന്നു ചെന്ന് ദൈവത്തെ പഴിക്കാതെ, ദൈവത്തെ കുറ്റം പറയാതെ, എന്തുകൊണ്ട് നീ എന്നോട് ഇങ്ങനെ പ്രവർത്തിച്ചു എന്ന് ചോദിക്കാതെ, യാതൊരു തരത്തിലുള്ള ന്യായീകരണവുമില്ലാതെ ദൈവത്തിൻ്റെ നീതിനിഷ്ഠയെ ഏറ്റുപറഞ്ഞുകൊണ്ട്, ദൈവത്തിൻ്റെ നീതിയെ ഓർത്തുകൊണ്ട്, ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ഓർത്തുകൊണ്ട് ദുഃഖഭാരത്തോടെ കരയുന്ന ഒരു തോബിത്തിനെ നമ്മളവിടെ കാണുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊരു വ്യക്തിയാണ് ഈ തോബിത്തിന്റെ പുസ്തകത്തിൽ തന്നെ അതേ അധ്യായത്തിൽ നമ്മൾ കാണുന്നു, സാറ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി. സാറയുടെ ജീവിതം നമുക്കറിയാം. 7 ഭർത്താക്കന്മാരും കല്യാണം കഴിഞ്ഞ് ഉടനെ മരിച്ചു പോകുകയാണ്. വലിയൊരു ദുരന്തം അവളുടെ ജീവിതത്തിൽ ഒന്നല്ല, 7 ദുരന്തങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. കൂടാതെ മറ്റൊരു ദുരന്തവും കടന്നു വരികയാണ്. ഈ 7 ഭർത്താക്കന്മാർ മരിച്ചതിൻ്റെ പേരിൽ പരിചാരികമാരാൽ, വേലക്കാരികളാൽ ഇവൾ അപമാനിക്കപ്പെടുകയാണ്. നിന്റെ ദുഷ്ടത കൊണ്ട്, നിന്റെ പാപം കൊണ്ട് അവരെല്ലാവരും മരിച്ചുപോയി, നീ അവരെ കൊന്നുകളഞ്ഞു എന്നുള്ള ആക്ഷേപം വേലക്കാരികൾ അവളുടെ നേരെ ഉയർത്തുകയാണ്. ദുഃഖഭാരത്താൽ നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് തൂങ്ങി മരിച്ച് കളയാമെന്ന് പോലും വിചാരിച്ചുകൊണ്ട് അവൾ അങ്ങനെ കടന്നു പോകുമ്പോൾ അവളുടെ പിതാവിനെക്കുറിച്ച് ഓർത്തു. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഏക മകളാണ്, പിതാവ് ദുഃഖിക്കും. അതുകൊണ്ട് പിതാവിൻ്റെ ദുഃഖം ഓർത്തുകൊണ്ട് അവൾ കിളിവാതിലിലേക്ക് കടന്നു ചെന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: ഇതെല്ലാം കേട്ടുണ്ടായ ദുഃഖത്തിൻ്റെ ആധിക്യത്താൽ തൂങ്ങി മരിച്ചു കളയാമെന്ന് പോലും അവൾക്ക് തോന്നിപ്പോയി. എന്നാൽ അവൾ കിളിവാതിലിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. പരിശുദ്ധവും സംപൂജ്യവുമായ അങ്ങയുടെ നാമം എന്നെന്നും സ്തുതിക്കപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും എല്ലാ സൃഷ്ടികളും അവിടുത്തെ എന്നെന്നും വാഴ്ത്തപ്പെടുകയും ചെയ്യട്ടെ. എൻ്റെ ദൃഷ്ടികളും മുഖവും അങ്ങയുടെ നേരെ തിരിഞ്ഞിരിക്കുന്നു. എൻ്റെ ദൃഷ്ടിയും മുഖവും അങ്ങയുടെ നേരെ തിരിഞ്ഞിരിക്കുന്നു. കർത്താവിലേക്ക് മുഖമുയർത്തിക്കൊണ്ട്, നീതിനിഷ്ഠനായ ദൈവത്തിൻ്റെ പ്രവർത്തികളെ വാഴ്ത്തിപ്പാടിക്കൊണ്ട്, പരിശുദ്ധനായ ദൈവത്തിൻ്റെ ജീവിതത്തെ വാഴ്ത്തിക്കൊണ്ട് സ്തുതിച്ചുകൊണ്ട് ഈ സാറ പ്രാർത്ഥിക്കുകയാണ്. 2 വ്യക്തികളും ദൈവത്തെങ്കിലേക്ക് മുഖമുയർത്തി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രകീർത്തിക്കുന്ന, ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു ജീവിതമായി അവരുടെ ജീവിതം മാറിയപ്പോൾ സംഭവിച്ചൊരു കാര്യം, തോബിത്തിൻ്റെ കണ്ണുകളിലെ ആ വെളുത്ത പടലങ്ങളെ നീക്കുവാനായിട്ട്, സാറായിക്ക് തോബിയാസിനെ വരനായിട്ട് നൽകുവാനായിട്ട് ദൈവം തീരുമാനമെടുത്തിട്ട് ദൈവം ദൂതനെ നിയോഗിക്കുകയാണ്. ദൈവദൂതനെ നിയോഗിക്കുകയാണ്. ഈ പ്രതിസന്ധിയിൽ നിന്ന് തരണം ചെയ്യുവാനായിട്ട്, അവരുടെ ജീവിതത്തെ തരണം ചെയ്യുവാനായിട്ട് ദൈവദൂതനെ നിയോഗിക്കുന്ന കാഴ്ചയാണ് അടുത്ത നിമിഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. പ്രിയമുള്ളവരെ, ദൈവത്തെങ്കിലേക്ക് മുഖമുയർത്തി, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മുഖമുയർത്തി
ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഏത് ദുരന്ത മുഖത്ത് നിന്നുകൊണ്ടും ഏത് പ്രതിസന്ധിയുടെ നടുവിൽ നിന്നുകൊണ്ടും ദൈവത്തെ വാഴ്ത്തുവാനായിട്ടും ദൈവത്തിൻ്റെ പക്കലേക്ക് ദൃഷ്ടികൾ ഉയർത്തുവാനായിട്ടും നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തെ വാഴ്ത്തി പാടുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിൽ പരിപൂർണമായി ആശ്രയം വെക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നമ്മളെ രക്ഷിക്കുവാനായിട്ട്, നമുക്കതിൽ നിന്ന് മോചനം നൽകുവാനായിട്ട് ദൈവത്തിൻ്റെ പ്രവർത്തികൾ കാണുവാൻ തക്ക വിധത്തിൽ നമ്മുടെ ജീവിതത്തെ അവിടുന്ന് മാറ്റുമെന്ന് ദൈവത്തിൻ്റെ വചനം ഈ രാത്രിയിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത രണ്ട് വ്യക്തികളുടെ സംഭവമാണ് നമ്മൾ കണ്ടത്. ഒരു തെറ്റും ചെയ്യാത്ത രണ്ട് വ്യക്തികളുടെ സംഭവമാണ്. നല്ല പ്രവർത്തികൾ തന്നെ ചെയ്തിട്ടും അവരുടെ ജീവിതത്തിൽ വന്ന ദുഃഖങ്ങളെ, അവരുടെ ജീവിതത്തിൽ വന്ന പ്രതിസന്ധികളെ അവർ നേരിട്ട മനോഭാവങ്ങളെയാണ് നമ്മൾ കണ്ടത്, നേരിട്ട ജീവിത രീതികളെയാണ് നമ്മൾ കണ്ടത്. എന്നാൽ മുന്നോട്ട് നമ്മൾ പോകുമ്പോൾ ബൈബിളിൽ നമ്മൾ കാണുന്ന മറ്റൊരു വ്യക്തിയുണ്ട്, യോന. ദൈവം അദ്ദേഹത്തെ ഒരു വലിയ പ്രവൃത്തി ഏൽപ്പിച്ചു. നിനിവേയിൽ ചെന്ന് ജനത്തോട് ദൈവത്തിൻ്റെ ദൂത് പറയണം, ദൈവം പറഞ്ഞ കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തണം. അതിനായിട്ട് അദ്ദേഹം നിനിവേയിലേക്ക് അയക്കപ്പെടുകയാണ്. പക്ഷെ നിനിവേയിലേക്ക് പോകാതെ താർസിസിലേക്ക് യോന കപ്പൽ കയറുകയാണ്. അവൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, അവനോടുകൂടി യാത്ര ചെയ്യുന്നവരുടെ ജീവിതത്തിലും വലിയ അസ്വസ്ഥതകൾ കടന്നു വരികയാണ്. ദൈവം നിയോഗിച്ച ആ പ്രവൃത്തി ചെയ്യാതെ, ദൈവത്തെ ധിക്കരിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാതെ കടന്നുപോയ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടായ ദുരന്തമാണ് നമ്മളവിടെ കാണുന്നത്. കപ്പൽ ആടിയുലയുന്നു. എന്തുകൊണ്ടാണെന്ന് അവരാലോചിക്കുന്നു. ഇതിലെന്തെങ്കിലും ആരെങ്കിലും ഈ പറ്റാത്തവരാരെങ്കിലും ഉണ്ടോ എന്ന് അവരന്വേഷിക്കുന്നു. അപ്പോൾ യോന തന്നെ തൻ്റെ കാര്യങ്ങൾ ഏറ്റുപറയുകയാണ്. അങ്ങനെ അവർ യോനായെ എടുത്ത് കടലിലേക്ക് എറിയുകയാണ്. അതോടെ കപ്പൽ ശാന്തമായി. എന്നാൽ യോനായുടെ ജീവിതം ശാന്തമായില്ല. യോനായ ഒരു മത്സ്യം വിഴുങ്ങുകയാണ്. ആ മത്സ്യത്തിൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. യോനായുടെ ജീവിതത്തിൽ യോനായുടെ ഒരു പ്രാർത്ഥനയാണ്. മത്സ്യത്തിൻ്റെ ഉദരത്തിൽ വെച്ച് യോന തൻ്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു. എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരമരളി. പാതാളത്തിൻ്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു, അവിടുന്ന് എൻ്റെ നിലവിളി കേട്ടു. ഈ മത്സ്യത്തിൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ, ഈ കടലിൻ്റെ ആഴങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ യാതൊരു വിധത്തിലുള്ള പ്രതീക്ഷയും യോനായുടെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല. അത് തുടർന്നുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. സമുദ്രം എന്നെ വലയം ചെയ്തിരിക്കുന്നു, ആഴി എന്നെ ചുറ്റിയിരിക്കുന്നു, പായൽ എൻ്റെ തല വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു, പർവ്വതങ്ങൾ വേരുവാകിയിരിക്കുന്ന സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഞാൻ ഇറങ്ങിച്ചെന്നു, അതിൻ്റെ ഓടാമ്പലുകൾ എന്നെ എന്നേക്കുമായി അടച്ചുപൂട്ടി. എന്നേക്കുമായി ഇനി എനിക്കൊരു മോചനമില്ല എന്ന് ചിന്തിക്കുന്ന യോനയെ നമ്മളവിടെ കാണുകയാണ്. ഒരിക്കലും എനിക്കൊരു മോചനമില്ല. ഈ മത്സ്യത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇനി ഏതെങ്കിലും തരത്തിൽ ഞാൻ പുറത്തു വന്നാലും ഈ ആഴിയുടെ ആഴക്കടലിൽ നീന്തിത്തുടിച്ച് എൻ്റെ ജീവിതം നശിച്ചു പോകും, എനിക്കൊരു നാളും ഇനി മോചനമില്ല എന്ന് ചിന്തിക്കുന്ന യോന. ആ യോനയാണ് ദൈവത്തിൻ്റെ പക്കലേക്ക് നിലവിളിക്കുന്നത്, കരയുന്നത്. ആ ദൈവത്തിൻ്റെ പക്കലേക്ക് നിലവിളിച്ചുകൊണ്ട് യോന പറയുകയാണ്, എൻ്റെ ജീവൻ മരവിച്ചപ്പോൾ ഞാൻ കർത്താവിനെ ഓർത്തു. എൻ്റെ ജീവിതം മരവിച്ചപ്പോൾ ഞാൻ കർത്താവിനെ ഓർത്തു. എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ അടുക്കൽ, അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിൽ എത്തി. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, ഞാൻ കർത്താവിനെ സ്തോത്രങ്ങൾ ആലപിച്ച് അങ്ങേക്ക് ബലിയർപ്പിക്കും, ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും, കർത്താവിൽ നിന്നാണ് രക്ഷ. ഈ ഒരു അവസ്ഥയിലും, ഓടാമ്പലുകൾ പോലെ പൂട്ടിയിട്ടപ്പെട്ട അവസ്ഥയിലും, ഒരിക്കലും രക്ഷപ്പെടുവാൻ കഴിയില്ല എന്നുള്ള ചിന്തയിലും കർത്താവിലേക്ക് മുഖമുയർത്തിക്കൊണ്ട് അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിലേക്ക് എൻ്റെ പ്രാർത്ഥന എത്തുമെന്നുള്ള വിശ്വാസത്തോടെ കർത്താവിലാണ് എൻ്റെ രക്ഷ എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന യോനായെ നമ്മൾ കാണുകയാണ്. അടുത്ത നിമിഷത്തിൽ യോനായെ മത്സ്യം കരയിൽ ഛർദ്ദിച്ചിടുന്ന രംഗം നമ്മൾ വായിക്കുകയാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ ദുരന്ത മുഖങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിലാണ് രക്ഷ എന്നുള്ള ഉത്തമ വിശ്വാസത്തോടെ കർത്താവിലേക്ക് നോക്കി കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ എൻ്റെ പ്രാർത്ഥന എത്തുമെന്നുള്ള ഉത്തമ വിശ്വാസത്തോടെ മത്സ്യത്തിൻ്റെ ഉള്ളിൽ കടന്നുകൊണ്ട് തിക്കുമുട്ടലോടെ പ്രാർത്ഥിച്ച യോനായുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളല്ല,
നമ്മളെ തളർത്തിക്കളയുന്നത്. ജീവിതത്തിലെ പ്രതിബന്ധങ്ങളല്ല നമ്മളെ ഇല്ലാതാക്കി കളയുന്നത്. ജീവിതത്തിൻ്റെ കുറവുകളല്ല നമ്മളെ നാശത്തിലേക്ക് നയിക്കുന്നത്. പിന്നെയോ ആ സമയങ്ങളിലെല്ലാം ദൈവത്തെങ്കിലേക്കൊന്ന് ഉറ്റുനോക്കുവാൻ, ദൈവത്തെങ്കിലേക്കൊന്ന് മനസ്സുയർത്തുവാൻ, ദൈവത്തെങ്കിലേക്കൊന്ന് ഹൃദയമുയർത്തുവാൻ, ദൈവത്തിന് മുമ്പിൽ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കുവാൻ നമ്മൾ തയ്യാറാകുന്നുവെങ്കിൽ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. ഏത് വ്യക്തികളെയും മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്കറിയാം, പിന്നീട് യോന നിനിവയിലേക്ക് പോകുന്നു, അവിടുത്തെ ജനത്തോട് പ്രസംഗിക്കുന്നു, ആ ജനം മാനസാന്തരപ്പെടുന്നു. അങ്ങനെ വലിയൊരു ജനതയെ മാനസാന്തരപ്പെടുത്താൻ തക്ക വിധത്തിൽ അവൻ്റെ ജീവിതം മാറ്റപ്പെടുന്ന സുന്ദരമായ കാഴ്ച നമ്മളവിടെ കാണുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ മാത്രമല്ല, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്കും കടന്നു ചെന്നുകൊണ്ട് അവർക്ക് വരാൻ പോകുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മോചനം പ്രാപിക്കുവാൻ തക്ക വിധത്തിൽ അവരുടെ ജീവിതത്തെ മാറ്റുവാൻ ഉള്ള വ്യക്തിയായി നമ്മളെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിന് സാധിക്കുമെന്ന് ഈ രാത്രിയിൽ ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് പറയുമ്പോൾ ഒരുപക്ഷെ ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ ബൈബിളിൽ എഴുതി വെച്ച ചില കഥകളായിട്ടോ ചില സംഭവങ്ങളായിട്ടോ മാത്രം നമുക്ക് ചിലപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്നവരുമുണ്ടാകാം. അല്ലെങ്കിൽ ഇതൊക്കെ എഴുതി വെച്ചത് മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നുണ്ടാകാം. ഈ കാലഘട്ടങ്ങളിൽ ഇതെല്ലാം സംഭവിക്കാൻ പോകുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. ഞാൻ എത്രമാത്രം പ്രാർത്ഥിച്ചു, ഞാൻ എത്രമാത്രം അപേക്ഷിച്ചു, ഈ പ്രതിസന്ധികളും ഈ മഹാമാരിയും ഒക്കെ നീങ്ങുവാനായിട്ട് നമ്മൾ എത്രമാത്രം പ്രാർത്ഥിച്ചു, എന്നിട്ട് എന്തുകൊണ്ട് നീങ്ങിയില്ല എന്നൊക്കെ നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാകാം നമ്മുടെ ഹൃദയത്തിൽ. എന്നാൽ ജീവിതത്തിലെ ഒരു അനുഭവം ഞാൻ ഓർക്കുകയാണ്. എൻ്റെ ഒരു കൂട്ടുകാരി ജീസസ് യൂത്തിലൂടെ കടന്നു വന്ന ഒരു വ്യക്തിയാണ്, വളർന്നു വന്നൊരു വ്യക്തിയാണ്. ആ സഹോദരി വിവാഹപ്രായമായപ്പോൾ ഒരു കൊല്ലം അവൾക്കൊരു പ്രചോദനം കിട്ടി. ഒരു കൊല്ലം പ്രാർത്ഥിച്ചൊരുങ്ങണം വിവാഹത്തിനായിട്ട്. നല്ലൊരു വരനെ കിട്ടി, നല്ലൊരു കുടുംബജീവിതം നയിക്കുവാനായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങണമെന്ന് അവൾ തീരുമാനമെടുത്തു, ഒരു പ്രചോദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങി കടന്നു പോകുന്ന ഈ മകൾക്ക് ഒരു വിവാഹാലോചന വന്നു. ചെറുക്കന് ഇഷ്ടപ്പെട്ടു, അവൾക്കും ഇഷ്ടപ്പെട്ടു. ഏതാണ്ട് ഒത്തുകല്യാണമെല്ലാം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ചെറുക്കൻ അല്പം പെശകാണ്. അങ്ങനെ ഉണ്ടെങ്കിലും ഒത്തുകല്യാണമൊക്കെ കഴിഞ്ഞില്ലേ, സാരമില്ല, കർത്താവ് ക്രമീകരിക്കും, ഞാൻ ഒരു കൊല്ലം പ്രാർത്ഥിച്ചിട്ട് ദൈവം എനിക്ക് തരുന്നതാണെങ്കിൽ അത് നല്ലതായിരിക്കുമെന്നുള്ള ഉത്തമ വിശ്വാസത്തോടെ അവൾ വിവാഹത്തിന് സമ്മതിക്കുകയാണ്. വിവാഹം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് അറിയുന്നത് ഇദ്ദേഹം തികഞ്ഞ ഒരു മദ്യപാനിയാണ്. മാത്രവുമല്ല, ഒരു 5-8 കേസുകൾ അദ്ദേഹത്തിനുണ്ട്. മാത്രവുമല്ല, അദ്ദേഹം ഒരു സംശയ രോഗി കൂടിയാണ്. നിരാശപ്പെടാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. വേണമെങ്കിൽ ജീവിതം അവിടെ അല്ലെങ്കിൽ ആ വിവാഹ ബന്ധം വേർപെടുത്തി പോരാനായിട്ടുള്ള ഒരുപാട് സാധ്യതകളും മുമ്പിലുണ്ട്. സഭയിലും അതിനുള്ള സംവിധാനങ്ങളുണ്ട്. എന്നാലും അവൾ ഹൃദയത്തിൽ വിശ്വസിച്ച ഒരു കാര്യമുണ്ട്, കർത്താവ് തന്നതാണെങ്കിൽ അത് നല്ലതാണ്. അവളുടെ ബോധ്യം ഇതായിരുന്നു, കർത്താവ് തന്നതാണെങ്കിൽ അത് നല്ലതാണ്, ഇത് നല്ലതാക്കിയെടുക്കുവാനായിട്ട് ദൈവം എന്നെ ഏൽപ്പിച്ച ഒരവസരമായി അത് കാണുകയാണ്. ദൈവത്തിൽ നിന്നെല്ലാം കിട്ടുന്നത് ആസ്വാദികരമായി എടുക്കുന്ന ഒരു ജീവിതത്തിനുടമയായിട്ട് അവൾ മാറുകയാണ്. വെറുതെ ഇരുന്നില്ല, അന്നു മുതൽ അവൾ പ്രാർത്ഥന ആരംഭിച്ചു. 1 വർഷമല്ല, 8 വർഷക്കാലം. 8 വർഷക്കാലം. 8ാമത്തെ വർഷത്തിൽ 101 ദിവസം ജപമാല അർപ്പിക്കുന്ന ഒരു പ്രാർത്ഥനാ യജ്ഞത്തിൽ അവൾ പങ്കെടുക്കുകയാണ്. അങ്ങനെ 101ാമത്തെ ദിവസം അന്ന് വൈകുന്നേരം പള്ളിയിൽ സന്ധ്യമണി മുഴങ്ങുമ്പോൾ അദ്ദേഹം അന്ന് പുറത്തു പോയില്ല, അദ്ദേഹം വീട്ടിലുണ്ട്. ഈ സന്ധ്യാമണി മുഴങ്ങുമ്പോൾ ജപമാലയെടുത്ത് മുട്ടുകുത്തി ജപമാല ചൊല്ലുമ്പോൾ അദ്ദേഹം പറഞ്ഞു, മോളെ എനിക്കും ഒരു ജപമാല തരണം. ആദ്യം ഈ സഹോദരി ഒന്ന് സംശയിച്ചു, ജപമാല വാങ്ങി എന്നെ അടിക്കാനായിരിക്കും, പലപ്പോഴും അങ്ങനെ അടി കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് അടിക്കാനായിരിക്കുമെന്ന് അവൾ വിചാരിച്ചു. എന്നാൽ എന്തും തന്നെ വന്നുകൊള്ളട്ടെ എന്ന് വിചാരിച്ച് ജപമാല അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. ഈ ജപമാല എടുത്ത് അവളോടൊപ്പം മുട്ടുകുത്തി അദ്ദേഹം അന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. ഒരു ധ്യാനവും കൂടുവാൻ പോയിട്ടില്ല, ഒരു കരിസ്മാറ്റിക് ധ്യാനത്തിനും പോയിട്ടില്ല, ഒരു ബന്ധന പ്രാർത്ഥനയ്ക്കും പോയിട്ടില്ല, ഒരു വൈദികൻ്റെ അടുക്കലും പോയിട്ടില്ല. എങ്കിലും അയാൾ അവളോടൊപ്പം മുട്ടുകുത്തി എന്ന് ആദ്യമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരനുഭവമാണ് കാണുന്നത്. പിന്നീട് അവൾ പങ്കുവെച്ച കാര്യം ഇതാണ്, പിന്നീട് 7 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ അദ്ദേഹം ജപമാല ചെല്ലാൻ അവിടെ എത്തിയിരിക്കും. ഞായറാഴ്ച എന്നൊരു ദിവസമുണ്ടെങ്കിൽ അദ്ദേഹം ദേവാലയത്തിൽ പോയി ദിവ്യബലിയിൽ പങ്കെടുത്തിരിക്കും.
ജീവിതത്തിൽ പിന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. ജീവിതത്തിൻ്റെ പുതിയ വസന്തം ആരംഭിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിളിൽ പറയുന്ന അല്ലെങ്കിൽ ഈ വ്യക്തികളൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ച അതേപോലെ തന്നെ കാര്യങ്ങൾ ഇവിടെ ജീവിതത്തിലും പിന്നീട് സംഭവിക്കുകയാണ്. അത്ഭുതങ്ങളായിട്ട്, കുടുംബത്തിലെ അനുഗ്രഹങ്ങളായിട്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഭഗ്നാശരാകാതെ നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമ്പോൾ, ദൈവത്തിൽ പരിപൂർണമായി ആശ്രയം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ഏത് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അവിടെയെല്ലാം പ്രതീക്ഷകളോടെ നമുക്ക് പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ, പ്രതീക്ഷകൾക്ക് ഉണർവ് നൽകുന്ന, പ്രതീക്ഷകൾക്ക് പുതിയ നാമ്പുകൾ നൽകുന്ന ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് അതല്ലേ. ഇത് ഒക്ടോബർ മാസമാണ്. ജപമാല രാജ്ഞിക്ക് വേണ്ടി പ്രത്യേകമായി സമർപ്പിക്കപ്പെട്ട മാസമാണിത്. ഈ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് ഈ സഹോദരി നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് മാതാവ് പറഞ്ഞത്, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്ന ഒരു മനസ്സോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമെങ്കിൽ, എൻ്റെ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജീവിതമാണ് നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ, ശക്തനായ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നുവെന്ന് മാതാവിനെ പോലെ ഏറ്റുപറയുവാൻ നമ്മൾ ശക്തരായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നുവെന്ന് നമുക്കറിയാം. മാതാവ് അത് പറയുമ്പോഴും ജീവിതത്തിൻ്റെ മുമ്പിൽ തൻ്റെ മുമ്പിൽ മരണവാറണ്ട് നിൽക്കുകയാണ്. വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ ഗർഭിണിയായ ഒരു സ്ത്രീയുടെ ഒരവസ്ഥ നമുക്കറിയാം. അവിടെ കർശനമായ നിയമങ്ങൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിന് മുമ്പിൽ മരണവാറണ്ട് നിലനിൽക്കുമ്പോഴും എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നുവെന്നും എൻ്റെ ചിത്തൻ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നുവെന്നും പറയാൻ തക്ക വിധത്തിൽ മനസ്സിനെ ഉയർത്തി, ഹൃദയത്തെ ഉയർത്തി പറയുവാനായിട്ട്, ജീവിക്കുവാനായിട്ട് തയ്യാറായ പരിശുദ്ധ അമ്മ ഏത് പ്രതിസന്ധികളെയും അതിജീവിച്ച അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. കുരിശോളം നിന്ന്, കുരിശോളം മാത്രമല്ല, കുരിശ് മരണത്തിന് ശേഷവും തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ ചിതറിക്കപ്പെട്ടപ്പോഴും അവരെല്ലാം ചേർത്ത് പിടിച്ച് ഒരുമിച്ച് നിർത്താൻ തക്ക വിധത്തിൽ ശക്തി പ്രാപിച്ചത് ഈ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിതമാണ്. എൻ്റെ ചിത്തൻ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നുവെന്നുള്ള ആ വിശ്വാസത്തോടെയുള്ള ജീവിതമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് പ്രത്യാശയോടെ ജീവിക്കുവാൻ അനേക കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പ്രിയമുള്ളവരെ, ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട്, നമ്മുടെ നിസ്സഹായ അവസ്ഥയിൽ ദൈവത്തെങ്കിലേക്ക് മുഖമുയർത്തിക്കൊണ്ട്, നമ്മുടെ നിസ്സഹായ അവസ്ഥയെ ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കുമെങ്കിൽ തീർച്ചയായിട്ടും മാതാവിൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത മഹത്വം പോലെ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ ദൈവം കൊടുത്ത അനുഗ്രഹം പോലെ നമ്മുടെ ജീവിതവും അനുഗ്രഹം പ്രാപിക്കുവാൻ തക്ക വിധത്തിൽ ദൈവം നമ്മുടെ ജീവിതത്തെ മാറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നമുക്ക് വേണ്ട. അതുകൊണ്ട് ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളും, ഈ മഹാമാരി മാത്രമല്ല, തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ ഇതല്ലാത്ത പല പ്രശ്നങ്ങൾ നമുക്കുണ്ടാകാം. ഉണ്ടെങ്കിലും അവിടെ ഒന്നും നിരാശപ്പെടേണ്ട എന്ന് ഈ രാത്രിയിൽ കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. നീ ദൈവത്തിങ്കിലേക്കൊന്ന് മുഖമുയർത്തുമെങ്കിൽ, ദൈവത്തിങ്കിലേക്കൊന്ന് നീ ഒന്ന് നിലവിളിക്കുമെങ്കിൽ, ദൈവത്തിൻ്റെ വിശ്വസ്തതയെ നീ ഒന്ന് വിശ്വസിക്കുമെങ്കിൽ, ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ നീ ഒന്ന് വിശ്വസിക്കുമെങ്കിൽ, തീർച്ചയായിട്ടും നിൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇറങ്ങി വന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന അനുഭവം നിൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ കർത്താവ് ഇടവരുത്തും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ രാത്രിയിൽ നമുക്ക് കർത്താവിലേക്ക് ഒന്ന് മുഖമുയർത്താം. നമ്മുടെ നിസ്സഹായ അവസ്ഥകൾ ദൈവത്തിന് മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ നിസ്സാരതകൾ നമുക്ക് ഏറ്റുപറയാം. നമ്മുടെ ബലഹീനതകൾ കർത്താവിന് മുമ്പിൽ നമുക്ക് കൊടുക്കാം. കാരണം യോന ജനത്തിൻ്റെ ബലഹീനതകളോർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, ജനം ചെയ്ത പാപത്തെ ഓർത്ത് വിലപിക്കുന്നുണ്ട്, അവൻ ചെയ്ത തെറ്റിനെ ഓർത്ത് വിലപിക്കുന്നുണ്ട്. നമ്മുടെ പാപങ്ങളാണ് കാരണമെങ്കിലും, നമ്മുടെ തെറ്റുകളാണ് നമ്മുടെ പ്രതിസന്ധിക്ക് കാരണമെങ്കിലും നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ പക്കൽ നിലവിളിക്കുമ്പോൾ, ദൈവത്തിൻ്റെ പക്കലേക്ക് കടന്നു ചെല്ലുമ്പോൾ, അതിനുവേണ്ടി ദൈവത്തിൻ്റെ കാരുണ്യം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ, കരുണാസമ്പന്നനായ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ അനന്തമായ കരുണ ചൊരിഞ്ഞ് നമ്മളെ രക്ഷപ്പെടുത്തുവാൻ, നമ്മളെ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ രക്ഷകനായ ദൈവത്തിൽ എൻ്റെ ചിത്തം ആനന്ദിക്കുവാനിടയാകണം. അതുകൊണ്ട് നമുക്ക് ഈ സമയമൊന്ന് കണ്ണുകളടയ്ക്കാം, ദൈവത്തിന് മുമ്പിൽ കണ്ണുകളടയ്ക്കാം. കണ്ണുകളടച്ച് ദൈവ തിരുമുമ്പിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് വിട്ടുകൊടുക്കാം. ഈ രാത്രിയിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട വ്യക്തിയായിരിക്കാം ഞാൻ. ഒരു പ്രത്യാശയുമില്ലാതെ എൻ്റെ ജീവിതത്തെ നോക്കിക്കാണുന്ന വ്യക്തിയായിരിക്കാം ഞാൻ. നിരാശയുടെ പടുകുഴിയിൽ അമർന്നുപോയ
ജീവിതമായിരിക്കും എൻ്റേത്. ഇനി ഒരിക്കലും എനിക്കിനി രക്ഷയില്ല എന്ന് ഞാൻ ചിന്തിക്കുന്ന നിമിഷങ്ങളായിരിക്കും ഇത്. എല്ലാ കാര്യങ്ങളും റെഡിയായി വന്നപ്പോഴാണ് ഈ മഹാമാരി ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ വിദേശത്തേക്കുള്ള പോക്ക് പോലും ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുന്നു. ഇനി രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. സാമ്പത്തികമായി ഒന്ന് കയറി വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കടമെല്ലാം മേടിച്ച് ഒരു പ്രസ്ഥാനം തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്നതെല്ലാം തകർന്ന് തരിപ്പണമായിപ്പോയി. എൻ്റെ മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടി കുറേയൊക്കെ കരുതി വച്ചിരുന്നതാണ്. ഇന്ന് ആ കരുതൽ ശേഖരമെല്ലാം ഒന്നിനും ഉപകരിക്കാതെ കടന്നു പോകുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, വേർപാടിൻ്റെ ദുഃഖത്തിൽ അമർന്ന് ഞാൻ പോയിട്ടുണ്ടാകാം. ഇന്നും കണ്ണുനീര് തോരാത്ത അനുഭവത്തിലൂടെ ഞാൻ കടന്നു പോകുന്നുണ്ടാകാം. ഹൃദയത്തിലെ വേദനകൾ ആരോടും പങ്കുവെക്കാനില്ലാതെ അത് സ്വയം വാങ്ങി ഞാൻ ഇന്ന് നെടുവീർപ്പെടുന്നുണ്ടാകാം. എന്നാൽ നിൻ്റെ കണ്ണുനീര് കുപ്പിയിൽ ശേഖരിക്കുന്ന കർത്താവ്, നിൻ്റെ കഷ്ടപ്പാടുകളും അലച്ചിലുകളും എണ്ണുന്ന കർത്താവ്, നിന്നെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവ് നിൻ്റെ മുമ്പിലുണ്ട്, നിൻ്റെ അടുക്കലുണ്ട്. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്കെല്ലാം അവിടുന്ന് സമീപസ്ഥനാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്കെല്ലാം അവിടുന്ന് സമീപസ്ഥനാണ്. തോബിത്തിൻ്റെ ജീവിതത്തിൽ ഇടപെട്ടതുപോലെ, സാറായുടെ ജീവിതത്തിൽ ഇടപെട്ടതുപോലെ, ആ സഹോദരിയിൽ കടന്നു വന്നതുപോലെ, മാതാവിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചതുപോലെ നിൻ്റെ ജീവിതത്തിലും പ്രവർത്തിക്കാൻ ദൈവം ഇടവരുത്തുകയാണ്. ദൈവം തയ്യാറാവുകയാണ്. ആ ദൈവത്തിൻ്റെ പക്കലേക്ക് നമ്മുടെ കരങ്ങളെ നമുക്കൊന്ന് തുറന്നു പിടിക്കാം. കരങ്ങളെ തുറന്നു പിടിക്കാം. ദൈവം നിസ്സഹായമായ എൻ്റെ അവസ്ഥകളെ നിൻ്റെ മുമ്പിലേക്ക് ഞാൻ അർപ്പിക്കുന്നു. എൻ്റെ നിസ്സാരതകളെ ഞാൻ ഏറ്റുപറയുന്നു. നീ വിശ്വസ്തനാണ്, നീ എല്ലാത്തിനും മതിയായവനാണ്. നിൻ്റെ കാരുണ്യം എത്രയോ വലുതാണ്. നിൻ്റെ കാരുണ്യത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. നിൻ്റെ വിശ്വസ്തതയെ ഞാൻ ഏറ്റുപറയുന്നു. കർത്താവ്, നിൻ്റെ വിശ്വസ്തത ഏറ്റുപറഞ്ഞുകൊണ്ട്, നിൻ്റെ കാരുണ്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിന്നെ സ്തുതിച്ച് ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, മഹത്വം കർത്താവേ. ആരാധന, 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 ആരാധന. കരുതും എന്നും പുലർത്തും എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. എന്നെ കരുതും എന്നും പുലർത്തും എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ഇസ്രായേൽ ജനത്തോട് കർത്താവ് ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളെ മരുഭൂമിയിലൂടെ നയിച്ചത് 40 വർഷവും നിങ്ങളുടെ വസ്ത്രം പഴകിക്കീറുകയോ ചെരുപ്പ് തേഞ്ഞു തീരുകയോ ചെയ്തില്ല. നിങ്ങൾക്ക് ഭക്ഷിക്കാൻ അപ്പമോ പാനം ചെയ്യാൻ വീഞ്ഞോ മറ്റു ലഹരി പദാർത്ഥങ്ങളോ ഉണ്ടായിരുന്നില്ല. ഞാനാണ് നിങ്ങളുടെ കർത്താവെന്ന് നിങ്ങൾ മനസ്സിലാക്കണമായിരുന്നു. മരുഭൂമിയിലൂടെ നയിച്ചപ്പോഴും അവിടെ വസ്ത്രങ്ങൾ കീറിപ്പോയില്ല, ചെരുപ്പുകൾ തേഞ്ഞു പോയില്ല.
കർത്താവിൻ്റെ പരിപാലന പൂർണ്ണമായി അനുഭവിച്ചറിഞ്ഞ ഇസ്രായേൽ ജനം. ഇതാ ദൈവജനത്തെ, ദൈവത്തിൻ്റെ കൂടെ സഞ്ചരിക്കുന്നവരെ ദൈവം അനന്തമായി പരിപാലിക്കുന്നു. അനന്തമായി അവിടുന്ന് പരിപാലിക്കുന്നു. കുറവുകളില്ലാതെ അവിടുന്ന് പരിപാലിക്കുന്നു. നീ ജീവിതത്തിൻ്റെ മരുഭൂമിയിലൂടെ കടന്നു പോവുകയാണ്. ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ അവൻ നിന്നെ കണ്ടെത്തും. നിന്നെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവിടുന്ന് സൂക്ഷിക്കും. കണ്ണിലെ കൃഷ്ണമണി പോലെ അവിടുന്ന് സൂക്ഷിക്കും. ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ശൂന്യതകളെയും മാറ്റുവാനായിട്ട് നിൻ്റെ മുമ്പിൽ ദൈവമുണ്ട്. നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മരുഭൂമി അനുഭവങ്ങളെയും മാറ്റുവാനായിട്ട് ദൈവം നിൻ്റെ മുമ്പിലുണ്ട്. നിൻ്റെ ജീവിതത്തിൽ പുതിയ പ്രതീക്ഷകൾ തരുവാനായിട്ട് ദൈവം നിൻ്റെ മുമ്പിലുണ്ട്. നിൻ്റെ ജീവിതത്തിന് പുതിയ വഴികൾ തെളിച്ചു തരുവാനായിട്ട് ദൈവം നിൻ്റെ മുമ്പിലുണ്ട്. സങ്കീർത്തകനെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ വസന്തം നൽകണമേ. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ വസന്തം നൽകണമേ. ആഗ്രഹത്തോടെ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിലേക്ക് മുഖമുയർത്തി പ്രാർത്ഥിക്കാം. എൻ്റെ ജീവിതത്തിൽ പുതിയ വസന്തം നൽകുവാൻ തയ്യാറാകുന്ന ദൈവത്തിന് മുമ്പിൽ പുതിയൊരു വസന്തത്തിനായിട്ട് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളും, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളും കർത്താവേ ഈ സമയം നീങ്ങിക്കൊണ്ട് ഒരു പുതിയ വസന്തത്തിലേക്ക് കടക്കാൻ, പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ എന്നെ നീ സഹായിക്കണമേ, എന്നെ നീ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു റോസറി വാറിലൂടെ നമ്മൾ കടന്നു പോകുകയാണ്. ജപമാല പ്രാർത്ഥനയിലൂടെ പുതിയ ലോകം കെട്ടിപ്പടുക്കാൻ, ഒരു ലോക നവീകരണം സംഭവിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുന്ന മാസമാണിത്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് തേടാം. അമ്മയെ മുറുകെ പിടിക്കുന്നവർ പരിശുദ്ധാത്മാവിനെയാണ് മുറുകെ പിടിക്കുന്നത്. കാരണം അമ്മ പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണ്. പരിശുദ്ധാത്മാവിലൂടെ നൽകപ്പെട്ട സകല കൃപകളും നമ്മളിലേക്ക് ഒഴുക്കപ്പെടുന്ന നിമിഷമാണ് അമ്മയോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, അമ്മയോട് ചേർന്ന് നമ്മൾ ജപമാല അർപ്പിക്കുമ്പോൾ. ഈ ലോക നവീകരണത്തിനായി, സഭയുടെ പുതിയ ഉണർത്തെഴുന്നേൽപ്പിനായി, രാഷ്ട്രത്തിൻ്റെ പുതിയ അവസ്ഥയ്ക്കായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും അമ്മയിലൂടെ അനുഗ്രഹങ്ങൾ ഈ നിമിഷം ചൊരിയപ്പെടുകയാണ്. നമുക്ക് കരങ്ങളെ ഒന്ന് കൂപ്പിപ്പിടിക്കാം. പരിശുദ്ധ അമ്മയെ നമുക്ക് കാണാം. ഈ ഒക്ടോബർ മാസത്തിൽ അമ്മേ, നിനക്കായിട്ട് എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു. അമ്മയിലൂടെ പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ജപമാല യുദ്ധത്തിലൂടെ, റോസറി വാറിലൂടെ ഇന്ന് ഞാൻ കടന്നു പോകുമ്പോൾ അതിൽ പങ്കാളികളായിട്ടുള്ള എല്ലാ മക്കളും കാരുണ്യപൂർവ്വം പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിൻ്റെ ഇടപെടലിനായിട്ട് പ്രാർത്ഥിക്കട്ടെ. പുതിയൊരു നാളേക്കായിട്ട് പ്രാർത്ഥിക്കട്ടെ. പുതിയൊരു വസന്തത്തിനായിട്ട് പ്രാർത്ഥിക്കട്ടെ. പുതിയൊരു മുന്നേറ്റത്തിനായിട്ട് പ്രാർത്ഥിക്കട്ടെ. പുതിയൊരു കുതിപ്പിനായിട്ട് പ്രാർത്ഥിക്കട്ടെ. ലോകം ഒരു പുതുവഴിയിലേക്ക് കടന്നു വരുവാനായിട്ട് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ അമ്മയെ നമുക്ക് ഒരുമിച്ച് വിളിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.